ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നും കർക്കിടക സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ പോഷകങ്ങൾ അടങ്ങിയ എന്നാൽ തയ്യാറാക്കാൻ എളുപ്പമായിട്ടുള്ള 2 റെസിപ്പികളാട്ടോ ഞാൻ കാണിക്കുന്നത്. ആദ്യത്തെ റെസിപ്പി അയണും കാൽസ്യവും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയ റാഗി വെച്ചിട്ടുള്ള ഒരു കിടില റെസിപ്പി ആട്ടോ. ദഹനം എളുപ്പാക്കാനും എനർജി നിലനിർത്താനും വെയിറ്റ് ലോസിനും ഒക്കെ എത്രത്തോളം ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇനി രണ്ടാമത്തേത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഉലുവ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പി ആട്ടോ. കൊളസ്ട്രോളും ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഉലുവയോളം മികച്ചതായിട്ട് വേറൊന്നില്ലല്ലോ. അപ്പോൾ ഈ 2 ചേരുവകളും പൂർണ്ണമായ ആരോഗ്യ ഗുണങ്ങളോട് കൂടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എന്നും പറഞ്ഞതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരണം. നമ്മുടെ ആദ്യത്തെ റെസിപ്പി സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ നമുക്ക് കൊടുത്തു വിടാട്ടോ. ഈ കർക്കിടക മാസത്തിൽ ആദ്യം തന്നെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ശേഷം ഇത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, ചെറിയ പീസസ് ആക്കി നമ്മൾ കായ്പളക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നില്ല, അങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പൊ 2 നേന്ത്രപ്പഴവും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴയില്ലേ, അത് ഇതിലേക്ക് അങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി, വല്ലാണ്ടങ്ങ് വഴറ്റി ഉടക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം മുഴുവനും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ അരക്കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കേ വേണ്ടു. ഇനി ഇതിലോട്ട് ഫ്ലേവറും ടേസ്റ്റും ഇട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഏലക്ക പൗഡറിന്റെ ടേസ്റ്റ് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി മധുരത്തിനായിട്ട് 1.5 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കര പൗഡർ ചേർത്തുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് കാണുന്നത്, അല്ലാണ്ട് വല്ലാണ്ടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി വെക്കട്ടെ. പാനിൽ തന്നെ വെച്ചോണ്ടിരിക്കുമ്പോൾ ചൂട് കൊണ്ട് വീണ്ടും മുരിഞ്ഞ പോലെ ആവേണ്ടെന്ന് കരുതിയിട്ടോ ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അടുത്തത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1-ാം പാലിന്റെ ആ ഒരു കട്ടിക്ക് വേണം കേട്ടോ അടിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതിലോട്ട് 2 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1-ാം പാലിന്റെ പരുവായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടി പോകരുത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 6 അച്ച് വെള്ളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 6 7 നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഇപ്പം വെള്ളം നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂണുള്ള റാഗി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ റാഗി പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മുഴുവൻ റാഗിയാണ് ഉള്ളതെങ്കിൽ അത് കുതിർത്തിയിട്ട് തേങ്ങ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ, ഈ ചെയ്യുന്നത് പോലെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുത്തുള്ള, ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എന്താണെന്നോ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റിനും ഫ്ലേവറിനും കൂടിയിട്ട് ഏലക്ക പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാല് അരിച്ചു മാറ്റി വെച്ചത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ ഈ സമയത്ത് ഒഴിക്കുന്നില്ല, പിന്നീട് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പൊ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്തോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിക്കാൻ കരുതിയിട്ടാട്ടോ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മധുരം നോക്കി നോക്കി ഒഴിക്കാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മധുരം പോരാൻ തോന്നിയിട്ട് ഈ സമയത്തും കൂടെ കുറച്ച് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ചുകൂടെ ഒരു തിക്കായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനിയിപ്പോൾ ഈ തേങ്ങ ഉണ്ടല്ലോ വറുത്ത് വെച്ചത്, ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല, ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ടോ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് ടൈറ്റ് ആയി പോകരുത് കേട്ടോ. ഇനി അഥവാ ടൈറ്റ് ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. ഇപ്പൊ ഇതാ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബാറ്ററിൽ തേങ്ങ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാന്ന് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ, കുഴിയുള്ള ടൈപ്പ്, അതിൽ ഒഴിച്ചു വെച്ച് കൊടുത്താൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബോക്സ് ഉണ്ടാവുമല്ലോ, അതിലൊഴിച്ചാലും മതി കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഈ ബാറ്ററിലോട്ട് നമ്മൾ പഴം പാട്ടിയെടുക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന നെയ്യ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാ കേട്ടോ, കണ്ടോ ഒഴിച്ചത്. അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട്
മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കണം എന്നൊന്നുമില്ല, നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് തടവി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്നാക്കിയിട്ട് ഏതെങ്കിലും സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കേക്ക് ടിന്നെ വേണമെന്നില്ല കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഇനി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ബാക്കി വെക്കണേ. അതെന്താന്ന് അതും വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്ന് കുറച്ചുകൂടെ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഇതുണ്ടോ, ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ വീണ്ടും തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ റാഗിയുടെ മിക്സ് ഉണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. റാഗി ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വാട്ടിയെടുത്ത പഴം ഉണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കാം. പഴം വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള തേങ്ങ കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പഴം ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ബാറ്ററിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ലായിരുന്നോ, ആ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റി എടുത്താലും മതി കേട്ടോ. കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 10-20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് കത്തിയോ സ്ക്വയറോ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് അതിൽ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി നടത്താം കേട്ടോ. ഇനി ഒരു സ്പൂണോ സ്പാച്ചിൽ വെച്ചിട്ട് അതിന്റെ സൈഡ് വശത്തൊന്ന് വിടുവിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇത് വിടുവിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ, കാരണം റാഗി അല്ലേ, അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവനെ നല്ല ചൂടുവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ അടിവശം കണ്ടോ, ഒട്ടും അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം വേറൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കാണിക്കാം ആയിരുന്നു കേട്ടോ. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കൗതുകത്തോടു കൂടി കുട്ടികൾ കഴിക്കും കേട്ടോ. കുട്ടികൾക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ നമുക്ക് കൊടുത്തു വിടാം കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ പെട്ടെന്നൊന്ന് ആവി കയറ്റിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിലോ അതല്ലെങ്കിൽ രാവിലെ കഴിക്കാനോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണേ, ഞാൻ വെറുതെ പറയല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്കിതൊരു സ്നാക്സ് ആയിട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കൊടുത്തുവിടാം, കുട്ടികൾ അത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാനുള്ള ഒരു സൂത്രവും കൂടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയും ഈ കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ. അവൽ വിളയിച്ചതും അതുപോലെ മുതിര വിളയിച്ചതൊക്കെ ഞാൻ ഇതിന് മുൻപ് കർക്കിടക സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്, 2 എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. മുതിര വിളയിച്ചതും അവൽ വിളയിച്ചതൊക്കെ പോലെ തന്നെ ഉലുവ വിളയിച്ചതും നല്ല ടേസ്റ്റാണ്. ഒരു തവണ ഇത് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അത്രയും പോഷക ഗുണമുള്ളതല്ലേ. അപ്പോൾ ഉലുവ വിളയിച്ചതിന് വേണ്ടിയിട്ട് ഉലുവ ആദ്യം ഒന്ന് കുതിർത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് 100 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എടുത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഉലുവ ഇപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളിത് കുക്കറിലാണ് ഇടുന്നെങ്കിൽ ഒരു 3-4 വിസിലടിപ്പിക്കുക. ഞാനിപ്പോൾ കുക്കറിലല്ല കേട്ടോ, സാധാരണ സോസ് പാനിലാണ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുതിരണം എന്ന് പറയുന്നത് അതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ഒരു 3-4 വിസിൽ കൊണ്ട് വേവിച്ചെടുക്കാം. സാധാരണ പാനിലാകുമ്പോൾ കുറച്ച് സമയം വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒന്ന് തിളവരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതിലോട്ടൊരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഉലുവ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതില്ലേ നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കണം കേട്ടോ, എന്നാലേ ആ കയ്പ്പ് രസം അത്ര അറിയാതിരിക്കുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ കേട്ടോ ഞാൻ ഉലുവ വിളയിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാനിൽ നിന്ന് ഈ ഉലുവ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഉലുവയും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഗീ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് 1/2 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗീയിലോട്ട് ഇനി തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലം ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ ഈ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അതുവരെ ഒന്ന് വറ്റിയെടുക്കാം. ശർക്കരയിൽ തേങ്ങ വിളയിച്ചെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക ചുക്കും, അതുപോലെ തന്നെ 1/4 ടീസ്പൂണിന്റെ പകുതി ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഉലുവയില്ലേ, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ഉലുവയിലോട്ടും കൂടെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ ഉലുവയിലോട്ട് മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് കുറച്ചൊരു വാട്ടർ കണ്ടന്റ് പോലെ കാണും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഇത്ര മതിയെങ്കിൽ അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുക്കുന്നതാണ് വിളയിച്ചതിന് നല്ലത്. നമ്മൾ അവലൊക്കെ വിളയിക്കുമ്പോൾ ഒന്ന് വരട്ടിയെടുക്കുന്നില്ല, അതേ കണക്ക്. ഇനിയിപ്പോൾ ഒരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം ഗീ കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ ഉലുവയിൽ പിടിക്കും. എന്നിട്ട് കണ്ടോ, ഇതുപോലെ ഒന്ന് വറ്റി വരികയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി ഉലുവ വിളയിച്ചതായി കിട്ടും കേട്ടോ. കണ്ടോ ആ മധുരവും ആ ഗീയും ഒക്കെ അതിലേക്ക് അങ്ങ് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവറും കേട്ടോ. ഈ സമയത്ത് ആ കയ്പ്പ് രസം ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുമല്ലോ കയ്പ്പ് രസം അറിയുമെന്നുള്ളത്, അറിയില്ല കേട്ടോ. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ഉലുവ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുൻപ് ഞാൻ മുതിര വിളയിച്ചതും അതുപോലെ തന്നെ അവൽ വിളയിച്ചതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ എൻ്റെ ചാനലിൽ തന്നെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.